കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഓർമ്മ വരുന്ന ഡോക്ടർ വന്ദനാദാസിനെയാണ്. അതിക്രൂരമായ അപ്രതീക്ഷിതമായി എത്തിയ ഒരു ആക്രമണത്തിൽ ആശുപത്രിയിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ട ഡോക്ടർ വന്ദനാദാസ്. ഇപ്പോൾ ഈ വന്ദനാദാസിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വീണ്ടും സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ഗ്രേഡ് SI മദ്യലഹരിയിൽ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു എന്നാണ് ആരോപണം. അധികൃതരുടെ പരാതിയിൽ ഇപ്പോൾ എഴുകോൺ സ്റ്റേഷനിലെ ഗ്രേഡ് SI പ്രകാശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വലിയ സുരക്ഷാ വീഴ്ച നേരത്തെയും ആശുപത്രിക്കെതിരെ ഉണ്ടായിരുന്നു. ഈ വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, ഇത് എന്താണ് സംഭവം? ഈ ഉദ്യോഗസ്ഥൻ സ്ഥിരമായി ഇവിടെ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥനാണോ? ഇതൊരു സ്ഥിരം സംഭവമാണോ? എന്താണ് നടന്നത്? സേതുലക്ഷ്മി പറഞ്ഞതുപോലെ ഏറെ പ്രമാദമായ പ്രശ്നമുണ്ടായ ഒരു ആശുപത്രിയാണ് വന്ദന ദാസ് കൊല്ലപ്പെട്ട ഒരു ആശുപത്രി. അതും മദ്യലഹരിയിൽ വന്ന പ്രതി ഡോക്ടറെ കുത്തി വീഴ്ത്തിയ ഒരു ആശുപത്രിയിലാണ്. ആ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ സുരക്ഷാ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയത്. ആഴ്ചയിൽ 2 ദിവസം കൂടുമ്പോഴാണ് ഈ ഉദ്യോഗസ്ഥന് ഈ ആശുപത്രിയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം അമിതമായി മദ്യപിച്ച് ആശുപത്രിയിൽ ബഹളം വെക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇത് ആശുപത്രി അധികൃതർ ചോദ്യം ചെയ്തു. പിന്നീട് അവർ പോലീസിനെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു. പിന്നീട് പോലീസ് എത്തിയാണ് ഈ പ്രകാശിനെ ആശുപത്രിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോയത്. എന്തായാലും വകുപ്പുതല നടപടികൾ പ്രകാശിനെതിരെ ഉണ്ടാവും. കാരണം ഈ ആശുപത്രി ഒട്ടേറെ രോഗികൾ എത്തുന്ന ഒരു ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ വീഴ്ച ഈ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നു. പോലീസ് ഹെഡ് പോസ്റ്റിൽ വെയിൽ തന്നെ വിളവ് തിന്നു എന്ന് പറയുന്ന പോലെ പോലീസ് ഹെഡ് പോസ്റ്റിൽ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുന്നു, അവിടെ മദ്യപിച്ച് ബഹളം വെക്കുന്നു. ആ ഒരു നടപടിക്രമമാണ് അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അദ്ദേഹം വലിയ രീതിയിൽ ബഹളം വെക്കുകയും ഡോക്ടർമാരെ അസഭ്യം പറയുകയും ചെയ്തു. പിന്നീടാണ് ഇയാൾ മദ്യലഹരിയിലാണെന്ന് ബോധ്യപ്പെടുകയും പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിക്കുകയും ചെയ്തത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസെടുക്കും. അതുപോലെ വകുപ്പ് നടപടി ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഉണ്ടാകുമെന്നാണ് കൊട്ടാരക്കര റൂറൽ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സേതുലക്ഷ്മി, ശരി ഷമീർ, നമ്മൾ ഈ അവസാനിപ്പിച്ചപ്പോൾ തന്നെ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ തന്നെ നിയമലംഘകരാകുമ്പോൾ പൊതുജനങ്ങളുടെ സുരക്ഷ എത്രത്തോളമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ചർച്ചയാകുന്നത്. കാരണം വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ച ആശുപത്രിയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി. ആ ആശുപത്രിയിലാണ് വീണ്ടും ഈ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതും പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ.